ശബരിമല വിഷയം സജീവമാക്കാന് ബി.ജെ.പി. സ്വർണ്ണക്കൊള്ള കേസില് സി.ബി.ഐ. അന്വേഷണം ആവശ്യപ്പെട്ട് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷന് രാജീവ് ചന്ദ്രശേഖര് എം.എൽ. രംഗത്ത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശന് അദ്ദേഹം കത്ത് നൽകി. സ്വർണം നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങള് ഭക്തജനങ്ങളില് ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. സത്യം പുറത്തുകൊണ്ടുവരാനും ക്ഷേത്രസമ്പത്തിന്റെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാനും സി.ബി.ഐ. അന്വേഷണം വേണമെന്നാണ് കത്തില് പറയുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാര സംരക്ഷണ സമരങ്ങളില് പങ്കെടുത്ത ഭക്തർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കണമെന്നും കത്തിലൂടെ ആവശ്യപ്പെട്ടു. രണ്ടാവശ്യങ്ങളിലും സർക്കാർ തൃപ്തികരമായ തീരുമാനമെടുത്തില്ലെങ്കില് ബി.ജെ.പി. ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖര് പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസില് പ്രതിയായ ഉണ്ണികൃഷ്ണന് പോറ്റിയെ എസ്.ഐ.ടി. വീണ്ടും ചോദ്യം ചെയ്തു. 2025 പാളി കൈമാറ്റം സംബന്ധിച്ച അന്വേഷണ പുരോഗതി. 1 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. റിപ്പോർട്ട് തിങ്കളാഴ്ച കോടതിയില് നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് ഉണ്ണികൃഷ്ണന് പോറ്റിയെ 8 മണിക്കൂർ ചോദ്യം ചെയ്തത്. 2019 സ്വർണ്ണപ്പാളികള് കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട കേസില് ജാമ്യത്തില് കഴിയുന്ന ഇയാളെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി എച്ച്. വെങ്കിട്ടേഷിന്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യല് നടന്നത്. 2025 പാളികള് സ്വർണം പൂശാന് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോയ വിവരം ഹൈക്കോടതിയെയും സ്പെഷ്യൽ കമ്മീഷണറെയും അറിയിക്കാതിരുന്നത് മുമ്പ് നടത്തിയ തട്ടിപ്പ് മറക്കാനാണോ എന്നാണ് എസ്.ഐ.ടി. പരിശോധിക്കുന്നത്. ഇക്കാര്യത്തില് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി.എസ്. പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. 2025 പോറ്റിയുടെ കൈവശമല്ല പാളികള് കൊടുത്തുവിട്ടതെന്നും ബന്ധപ്പെട്ട അധികാരികളുടെ സാന്നിധ്യത്തില് വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചാണ് പാളികള് ചെന്നൈയിലേക്ക് എത്തിച്ചതെന്നുമാണ് അന്നത്തെ ബോർഡിന്റെ വാദം. എന്നാല് സ്വർണം പൂശലില് ഉണ്ണികൃഷ്ണന് പോറ്റി ഉൾപ്പെട്ടിരുന്നത് 4 കാര്യങ്ങളില് കൂടുതൽ വ്യക്തത വരുത്താനാണ് പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തത്.